എല്ലാത്തിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുക. ഇത് ആരോടാണ് പറയുന്നത്? പത്രോസിനാണ് പറയുന്നത്. എന്തിനാണ് പത്രോസിനോട് ഈ കാര്യം പറയുന്നത്? ഇതേ ചോദ്യം 3 വട്ടം പത്രോസിനോട് ചോദിക്കുന്നു. എന്തിനാ ഈ 3 വട്ടം ചോദിക്കുന്നത്? പല അർത്ഥമുണ്ട്. ഒന്ന്, 3 വട്ടം പിന്മാറിപ്പോയവനെ 3 വട്ടം സ്നേഹിച്ചടുപ്പിക്കുന്നു. പക്ഷെ എനിക്കതല്ല വിഷയം. ഇന്ന് പത്രോസ് ഈ നിലയിലായിരിക്കാൻ കാരണം, പിന്മാറാൻ കാരണം, ഇവൻ യേശുവിനേക്കാൾ അധികം ആരെയോ ഒരാളെ സ്നേഹിച്ചു. അതിന്റെ റിസൾട്ടാണ് ഈ പിന്മാറ്റം. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞു, യേശുവേ, നിനക്കങ്ങനെ സംഭവിക്കരുത്. ഇത് പറയാൻ കാരണം യേശുവിനോടുള്ള സ്നേഹമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. യേശു മരിച്ചാൽ പിന്നെ ഇവന് നിലനിൽപ്പില്ല. ഇവന് യേശുവിനേക്കാൾ അധികം അവനോടൊരു സ്നേഹമുണ്ട്. നിങ്ങൾ നിങ്ങളെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം.